ഓക്കെ, സോ റിയാസിക്ക ആൻഡ് സൗമ്യ ചേച്ചി, നമുക്കിതാ വിശേഷങ്ങൾ കിടക്കാം. ആദ്യം തന്നെ റിയാസിക്ക അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ പല ആൾക്കാരുടെ അടുത്ത് ചോദിക്കും, പല എക്സ്പീരിയൻസ് ആയിരിക്കും അവർ പറയുക. ഈ സ്റ്റേജും ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ വരുമ്പോൾ ഒരു വലിയ ഒരു ഡിഫറൻസ്. അപ്പോൾ സ്റ്റേജ് ആർട്ടിസ്റ്റാണ്, ഒരുപാട് സ്റ്റേജിൻ്റെ പ്രോഗ്രാംസ് ചെയ്ത എക്സ്പീരിയൻസ്, കുറേ ആൾക്കാരെ മേയിച്ചുകൊണ്ട് നടന്ന എക്സ്പീരിയൻസ്, അതൊക്കെ കഴിഞ്ഞ് പിന്നെ ക്യാമറയുടെ മുന്നിലെത്തി. അപ്പോൾ ചേട്ടൻ്റെ മനസ്സിലുള്ള ഒരു വലിയ ഡിഫറൻസ് ആയിട്ട് എന്താ തോന്നുന്നത്? സ്റ്റേജിലാണെങ്കിൽ തല്ലാണെങ്കിലും അപ്പോൾ കിട്ടും, കയ്യടിയാണെങ്കിലും അപ്പോൾ കിട്ടും. മറ്റേ ടി വിയിൽ മീഡിയക്കകത്താണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴായിരിക്കും വഴിയിൽ എവിടെയെങ്കിലും വെച്ച് പിന്നെ കാണുമ്പോഴായിരിക്കും തെറിയാണെങ്കിലും നല്ലതാണെങ്കിലും കിട്ടുള്ളൂ. മറ്റത് കൈയോടെ തന്നെ അത് വലിയൊരു ഡിഫറൻസ് ആണ്. അത് നമുക്കൊരു എനർജിയും തന്നെയാണല്ലോ സ്റ്റേജിൽ പെർഫോം ചെയ്തോണ്ടിരിക്കുമ്പോൾ അത്ര ആളുകളുടെ മുമ്പിലല്ലേ, അതൊരു വലിയ സുഖമല്ലേ. അതൊരു ഭയങ്കര മറ്റത് പിന്നെ കഴിയുമ്പോൾ പറയാ മറ്റത് കണ്ടിരുന്നു കേട്ടോ, കൊള്ളാം, മറ്റേ കുറച്ച് പോരാ, ഇതെല്ലാം പറയല്ലേ. ഇതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു വ്യത്യാസം. ഈ അതായത് നമ്മളിപ്പോ സ്റ്റേജിൽ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ കൊണ്ടു നടക്കുമായിരിക്കുമല്ലോ, പിന്നെ അത് പല സ്റ്റേജിൽ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെയും കൂടുതൽ നന്നാവും. അപ്പൊ നമുക്ക് നന്നാക്കാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ട്. പക്ഷെ ക്യാമറയ്ക്ക് മുന്നിൽ അങ്ങനത്തെ ഒരു സംഭവം കിട്ടില്ലല്ലോ, അത് റീക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമ്മൾ പിന്നെ ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാം ഇവിടെ ഇപ്പൊ നമ്മൾ ഈ അമൃത ടി വിയിലെ അളിയൻ വേഴ്സസ് അളിയൻ, അത് 500 എപ്പിസോഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഓരോ എപ്പിസോഡും ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരം ആ ക്യാരക്ടർ അങ്ങനെ ത്രൂ ഔട്ട് ആയുണ്ട്. പക്ഷേ നമ്മൾ സിനിമയിൽ ഇപ്പോൾ ഒരു ക്യാരക്ടർ അങ്ങനെ ചെയ്യുന്ന സ്ഥലത്ത് നമുക്കത് അപ്പോൾ മാക്സിമം നന്നാക്കി ചെയ്തില്ലെങ്കിൽ പിന്നെ കണ്ടിട്ട് തോന്നും, അയ്യോ അത് കുറച്ചുകൂടെ ഇങ്ങനെ നന്നാക്കായിരുന്നു ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്, എനിക്കെന്നല്ല എല്ലാവർക്കും ശ്വാസിക്കുന്നുണ്ടാവില്ല. അപ്പൊ സൗമ്യയുടെ കാര്യത്തിലേക്ക് വരട്ടെ. അതായത് സ്റ്റേജ് ആയിരുന്നു ആദ്യം തുടങ്ങിയത്, അതെയോ ആഡ്? സ്റ്റേജ് ആണ് ആദ്യം തുടങ്ങിയത്. ഞാൻ ശരിക്കും ഡാൻസർ ആണ്. ഞാൻ 3 വയസ്സിൽ ഡാൻസ് പഠിച്ചു തുടങ്ങിയതാണ്. 4 വയസ്സിലായിരുന്നു എൻ്റെ അരങ്ങേറ്റം. അപ്പൊ ഡാൻസ് ചെയ്ത് വന്ന് പിന്നെ KS പ്രസാദിന് ട്രൂപ്പിൽ വന്ന് പ്രസാദേട്ടനാണ് അങ്ങനെ സ്കിറ്റൊക്കെ ചെയ്യിപ്പിച്ച് അങ്ങനെ വന്നത്. ഞാൻ സ്റ്റേജിൽ കൂടെ തന്നെയാണ് വന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു അവസരം വന്നപ്പോ പെട്ടെന്ന് ഇങ്ങനെ പ്രസാദിന്റെ ട്രൂപ്പിൽ നിൽക്കുമ്പോ തന്നെ നമ്മൾ ഡാൻസിന്റെ ഒപ്പം തന്നെ സ്കിറ്റും ചെയ്യണം അവിടെ. അപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യിക്കും, സ്കിറ്റിനൊക്കെ കൂടെ ഇങ്ങനെ നിർത്തും. അപ്പൊ നമുക്കറിയത്തില്ല, എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു നമ്മൾ ടെസ്റ്റ് ചെയ്യണതാണ്. ലൈവും റെക്കോർഡും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ വെറുതെ അവിടെ ഇങ്ങനെ നിൽക്കും. അപ്പൊ എന്നോട് കൂടെ ഉള്ളവർ പറയും, നിന്നെ ടെസ്റ്റ് ചെയ്യുന്നതാണ്, നീ അവിടെ നിന്ന് ആക്ട് ചെയ്യണമെന്ന് പറയും. എന്നാലേ സ്കിറ്റിലും കൂടെ നമ്മൾ കയറ്റത്തോളൂ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഡാൻസ് ശമ്പളത്തിന് സ്കിറ്റും കൂടെ അങ്ങനെയാണ് സ്കിറ്റ് ചെയ്ത് പിന്നെ അങ്ങനെ കോമഡി മിക്സും പിന്നെ ഞാനും സിനിമ അങ്ങനെ തുടങ്ങി. വേറെ എന്തൊക്കെ ഇതില് മേഖലകളിൽ കൈവച്ചിട്ടുണ്ട് ഈ ഡാൻസും അഭിനയവും അല്ലാതെ? വേറെ അങ്ങനെ കൈവെക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. കൈവെക്കേണ്ടി വന്നിട്ടില്ല, വല്ല തട്ടുകേടൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. 150 പിള്ളേരൊക്കെ ഡാൻസ് സ്കൂൾ നടത്തല്ലേ, അതിലും വലുതിനി വേറെ എന്താ. ഡാൻസ് ക്ലാസ് ഉണ്ട്, നന്നായി പോകുന്നു. ഡാൻസ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ അടിപൊളി. അതിന് ഡാൻസ് ക്ലാസ്സിന്റെ കാര്യം പറയുമ്പോഴാണ് ചേട്ടന്റെ, അതായത് നർമ്മകല എന്ന് പറയുന്ന ആ ഒരു ട്രൂപ്പ് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അല്ലേ? അതിന്റെ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ്? സത്യത്തിൽ ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു ട്രൂപ്പ്. ഞാനൊരു 15 വർഷത്തോളം ട്രൂപ്പ് കൊണ്ട് നടന്നു. നമ്മുടെ സുരാജ് ഉൾപ്പെടെയുള്ള ഒരു ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നത്. അതൊരു കാലഘട്ടം ഭയങ്കര രസമായിരുന്നു, എൻജോയ് ചെയ്തു. പിന്നെ ഇപ്പൊ സ്റ്റേജ് പ്രോഗ്രാംസ് ഒന്നും ഇല്ല, എല്ലാം കൊണ്ടും ആകെ. ആ സമയത്ത് അതേപോലെ സുരാജ് ചേട്ടൻ, അതുപോലെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന? സുരാജ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മളെ ജോബി ചേട്ടൻ, നമ്മുടെ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് ഈ സ്കിറ്റുകൾ, മിമിക്രി അങ്ങനത്തെ സാധനങ്ങൾ മാത്രമായിരുന്നു? മിമിക്സ് ഗാനമേള ആദ്യത്തെ ഒരു കാലഘട്ടത്തിൽ മിമിക്സ് ഗാനമേളയായിരുന്നു. കണ്ടനാളങ്ങൾ കൊണ്ട് അനുകരിച്ച് ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് പാട്ട്, ഒരു സെക്ഷൻ ഒരു മിമിക്സ് ഗാനമേള, പിന്നെ സ്കിറ്റുകൾ, പിന്നെ മിമിക്സ് ബാലെ, അങ്ങനെ ആണ് ഒരു ഷോ. പിന്നെ ഇപ്പം ടൈറ്റിലായി ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു സംഭവം ടൈറ്റിൽ, ഒരു ഗംഭീര ഒരു ഓപ്പണിംഗ് സംഭവമൊക്കെ വെച്ചിട്ട് അതിൽ നിന്നാണ് പിന്നെ അങ്ങനെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് പല മാറ്റം. അതായത് ചേട്ടനായിട്ട് തുടങ്ങിയതാണോ അതോ ചേട്ടന്റെ അച്ഛൻ അപ്പൂപ്പന്മാരായിട്ട്? അങ്ങനെ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ അല്ല കുട്ടി, ഞാനായിട്ട് തുടങ്ങിയതാ. അങ്ങനെ തുടങ്ങിയ ട്രൂപ്പാണ്. അപ്പൊ സുരാജ് ചേട്ടനുമായിട്ടുള്ള ഒരു സൗഹൃദം എങ്ങനെയാണ് ഇപ്പോഴും നിങ്ങൾ കാണാറുണ്ടോ? സംസാരിക്കാൻ സൗഹൃദം പല ആർട്ടിസ്റ്റുകളും വന്നു പോയി പല ഇതിലെത്തിയെങ്കിലും സുരാജിനെ സംബന്ധിച്ച് ഇപ്പോഴും ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വീഡിയോ കോളിൽ വിളിച്ച് അങ്ങനെയൊക്കെ വർത്തമാനം വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്ന. അതെ തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ആ ഒരു സൗഹൃദം അല്ലെങ്കിൽ ആ സുഹൃത്ത് ഇപ്പോഴും കൂടെ തന്നെ ഉണ്ട് അല്ലേ? ഓക്കെ. ഈ സാധാരണ നമ്മൾ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് നാച്ചുറൽ കലാമിറ്റീസ്, രോഗങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളാണ് വരിക. പക്ഷെ സൗമ്യയുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. അതായത് വെള്ളപ്പൊക്കം വന്നിട്ട് രക്ഷപ്പെട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരാളാണത്. അതെന്താ സംഭവം? ഇതുവരെ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവം. അത് 2017 വലിയ പ്രളയം വന്നത്. ആ സമയത്ത് ഓഗസ്റ്റിലായിരുന്നു. ഞാൻ ഒരു 7 വർഷത്തോളം ഒരു റിസോർട്ടിൽ സ്ഥിരം ഡാൻസ് ചെയ്യുമായിരുന്നു, ഗസ്റ്റ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്.
മറ്റേ പുള്ളി നമിത ചെയ്തിരുന്ന ചെയ്യുന്ന പോലെ. നമ്മുടെ ബോട്ടിലായിരുന്നു, ഞാൻ റിസോർട്ടിന്റെ അകത്ത് ഗസ്റ്റുകൾ വരും. അപ്പൊ എനിക്ക് 365 ദിവസം പോണം. എനിക്ക് പൈസയൊക്കെ സാലറിയാണ്, പക്ഷെ നമുക്ക് വേറെ വർക്കിന് പോകാൻ പറ്റത്തില്ല. ടിപ്പൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഒരു എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. വൈകിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ഒരു ഉത്സവത്തിന് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒന്നും പറ്റില്ല. നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവിടെ ആരെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പൊ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന കാരണം എങ്ങും പോകത്തില്ല, അവിടെ തന്നെ പോകും. അപ്പൊ ആ ഓഗസ്റ്റിൽ ആദ്യം ഒരു ആവുന്ന സമയത്താണ് എന്നെ അളിയൻസിൽ നിന്ന് വിളിക്കുന്നത്. അപ്പോൾ കോർഡിനേറ്റർ നമ്മൾ ശ്യാമു വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് 17 ദിവസമൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഇവിടുന്ന് മാറി നിൽക്കുന്നത്. റിസോർട്ട്. അപ്പോൾ കുറച്ച് പിള്ളേരൊക്കെ ഡാൻസ് ചെയ്യുന്ന പിള്ളേർക്ക് പോകണം, നല്ല പ്രോഗ്രാമാണ് സൗമ്യ ചേച്ചി, നല്ലതാണ്, ഞങ്ങളൊക്കെ പോയി ഹെൽപ്പ് ചെയ്തോളാം, ഞങ്ങളൊക്കെ റിസോർട്ടിൽ പോയിക്കോളാം, ചേച്ചി പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സോടുകൂടിയൊക്കെ വരാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ 7-ാം തീയതിയാണ് ഞാൻ അളിയൻസിൽ ജോയിൻ ചെയ്യുന്നത്, ഓഗസ്റ്റ് 7. പിന്നെ ഇടയ്ക്കൊന്ന് 2-3 ദിവസമൊക്കെ ഞങ്ങൾക്ക് ഷൂട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ 16-ാം തീയതി വന്നാൽ മതി എന്ന് പറഞ്ഞു. 15-ാം തീയതിയാണ് ഏറ്റവും വലിയ പ്രളയം ഉണ്ടായത്. ആ റിസോർട്ട് ശരിക്കും ഞാൻ 15-ാം തീയതിയാണ്, ഓഗസ്റ്റ് 15-ാം തീയതി ലാസ്റ്റ് ഞാൻ റിസോർട്ടിൽ പോയത് തന്നെ ഞാൻ ഇവിടെ വരെ നീന്തിയാ പോയത്. എന്നെ എല്ലാരും പിടിച്ചു വലിച്ച് ബോട്ടൊക്കെ ഇങ്ങനെ, ഞാൻ ഇങ്ങനെ ചവിട്ടി കയറുന്ന ബോട്ടൊക്കെ ഇങ്ങനെ നിൽക്കുക. ബോട്ടിൽ പോകണം കുറച്ചു നേരം റിസോർട്ടിലേക്ക്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന്, ഗസ്റ്റും വന്നില്ല, ഒറ്റൊരു റൂമേ ഉണ്ടായിരുന്നുള്ളൂ, ആരും വന്നില്ല. ഞാൻ തിരിച്ച് വീട്ടിലെത്തി. 16-ാം തീയതി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുമ്പോഴാണ് ട്രെയിനൊക്കെ ക്യാൻസൽ ചെയ്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി, അളിയൻസിൽ വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അന്ന് റിസോർട്ടിലോട്ട് വിളിച്ചത്, അപ്പോൾ ആളെ വിടണമല്ലോ. അവൻ പറഞ്ഞു വിടണ്ട ചേച്ചി, ഫസ്റ്റ് ഫ്ലോർ ഫുള്ള് മുങ്ങി എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വിഷമമാണ്. എന്ന് വെച്ചാൽ ഞാൻ 7 വർഷം വർക്ക് ചെയ്ത, എനിക്ക് ഒരു നിലനിൽപ്പ് ഉണ്ടാക്കി തന്ന സ്ഥലമാണ്. അവിടുന്ന് റിസോർട്ടിൽ പോവാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ്. പക്ഷെ ആ സമയത്ത് എന്നെ സേഫ് ആയിട്ട് ഈശ്വരൻ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് എത്തിച്ച്. അപ്പൊ എനിക്ക് ഇവിടെ സുഖമായിട്ട് വർക്ക് ചെയ്യാം, എനിക്ക് ബാക്കിയുള്ള എനിക്ക് എന്റെ വീട്ടിലിരിക്കാം, കുഞ്ഞിനെ നോക്കാം. അങ്ങനെ സംഭവം അറിയാമോ, 7 വർഷം സൗമ്യ ആ റിസോർട്ടിൽ വർക്ക് ചെയ്തു. ആ റിസോർട്ടിലും അവിടെ വന്ന ഗസ്റ്റും ഒക്കെ മടുത്ത് അവരെങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടാൻ വേണ്ടി ഇരുന്നിട്ടും പോകില്ലാന്ന് പറഞ്ഞപ്പോ അവസാനം പ്രളയം വന്നു. അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു വിടേണ്ടി വന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞോട്ട് പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ ഡാൻസ് ചെയ്യാൻ പോയിട്ടുണ്ടോ? ഇത് ആ ഓഗസ്റ്റ് 15-ന് ഞാൻ പോയതാ. അത് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല റിസോർട്ട്. അപ്പൊ ആ സമയത്ത് റിസോർട്ടിൽ അതായത് ഓരോ ഫോറിൻ ഗസ്റ്റുകൾ വരുമ്പോ സിനിമാറ്റിക് ഡാൻസ് ആണോ ക്ലാസിക്കൽ? ഇന്ന് ഭരതനാട്യം ആണെങ്കിൽ നാളെ മോഹിനിയാട്ടം, പിന്നെ കുച്ചിപ്പുടി. ഫോറിൻ ഗസ്റ്റുകളൊക്കെ വരുമ്പോ അവരെങ്ങനെയാണ് നമ്മുടെ ഈ കലാരൂപത്തിന് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് എനിക്ക് തോന്നുന്നു കാണുന്നതിലും കൂടുതൽ ഇവർക്ക് ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ, ഈ ഫോറിനേഴ്സും ബാക്കി നോർത്തുകാർക്കൊക്കെ ഭയങ്കര. പക്ഷെ അറബികൾ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന അറബി ഗസ്റ്റ് വരുമ്പോഴാണ്. എന്ന് വെച്ചാൽ കുറെ പേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ചില അറബികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തോ അവർക്ക് വേറെ എന്തോ പോലെയാണ്. അപ്പൊ അവര് ഇങ്ങനെ നിൽക്കും, ഡാൻസ് തീരാൻ വേണ്ടിയിട്ട് അതിന്റെ പുറത്ത് ഇങ്ങനെ നിൽക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിക്കും, ദൈവമേ ഇതുങ്ങൾ എന്നെ ചീത്ത വിളിക്കുകയാണെന്ന് വെച്ചാൽ ഇവർക്ക് റെസ്റ്റോറന്റ് അകത്താ ഡാൻസ്. അതുകൊണ്ട് ഇഷ്ടമേ ഇല്ല. പിന്നെ അവസാനം സൗമ്യ എന്ത് പറയുമോ, ഈ മറ്റേ ഭരതനാട്യം ഇതൊക്കെ നിന്നിട്ട് പിന്നെ ബെല്ലി ഡാൻസ് തുടങ്ങും ഒരു സൈഡിൽ. അവർക്കതാണല്ലോ ഇഷ്ടം അറബികൾക്ക്. ഒരു ബെല്ലി ഡാൻസ് കൂടി പഠിച്ചു വെക്കായിരുന്നു അറബികൾ വരുമ്പോ. പക്ഷെ ചില അറബികൾ നമ്മുടെ കൂടെ നിന്ന് ഇങ്ങനെ ഫുൾ പർദ്ദയൊക്കെ ഇട്ടിട്ടാണ്, കണ്ണുപോലും ഇത്ര കാണുള്ളൂ, പക്ഷെ എന്നാലും നമ്മളോട് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. അങ്ങനെ ഇഷ്ടമുള്ളവരും ഉണ്ട്, പക്ഷെ ഇതൊട്ടും ഇഷ്ടമല്ലാത്ത അറബികളും ഉണ്ട്. അപ്പൊ അവരൊക്കെ വരുമ്പോ എനിക്ക് ഇച്ചിരി ടെൻഷനാണ്, ദൈവമേ എന്തായിരിക്കും സംഭവിക്കാൻ പോണത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 7 വർഷം എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി. അതിനുശേഷം ഇപ്പൊ അളിയൻസിൽ വന്നു. അവിടെ പിന്നെ വേറെ കൂടുതൽ എക്സ്പീരിയൻസുകളും വിശേഷങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ.